ജി സുകുമാരൻ നായരുടെയും വെള്ളപ്പള്ളി നടേശൻ്റെയും പ്രസ്താവനകളുടെ പത്രസമ്മേളനങ്ങളിലെ ആ ടോൺ ആൻഡ് ടെനർ ആൻഡ് വേർഡ്സ് പരിശോധിച്ചാൽ കൃത്യമായ ഒരു കാര്യം മനസ്സിലാകും. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രിയാകുന്നത് തടയുക, കഴിയുമെങ്കിൽ UDF അധികാരത്തിൽ വരുന്നത് തടയുക. എങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പൂളിംഗ് ദ റിസോഴ്സസ് അല്ലെങ്കിൽ ഇലക്ട്രൽ റിസോഴ്സസ് സപ്പോർട്ട് ബേസ് എൻറ്റയർലി ആസ് ഫാർ ആസ് പോസിബിൾ ഇൻ ഫേവർ ഓഫ് LDF. ഇത് ഭഗീരഥ പ്രയത്നമാണ്. അപ്പോൾ രണ്ടുദ്ദേശങ്ങളുണ്ട്. ഒന്ന്, LDF അധികാരത്തിൽ വരുന്നത് സാധിക്കുമെങ്കിൽ ഉറപ്പ് വരുത്തുക. രണ്ട്, UDF അധികാരത്തിൽ വന്നാലും വി ഡി സതീശനെ മാറ്റി നിർത്തുക. മാറ്റി നിർത്തുന്നത് എന്തിനാണ്? നിലപാടുള്ള ഒരാളാണ് വി ഡി സതീശൻ. അപ്പോൾ ഇതാ ജി സുകുമാരൻ നായർ പറയുന്നു, നിലപാടുള്ള ആളൊന്നുമല്ല, തിണ്ണ നിരങ്ങാൻ പോവാത്ത ആളെന്നാണ് പൊതുവെ വമ്പ് പറയുന്നത് സതീശൻ. പക്ഷെ തിണ്ണ നിരങ്ങാൻ പോയ ചരിത്രം ഇതാ എണ്ണി പറയാം. എൻ്റെ തിണ്ണ നിരങ്ങിയിട്ടുണ്ട് NSS പിന്നെ NSSൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരിയിൽ. അതിനുശേഷമാണ് പിന്നെ മത്സരിക്കുന്നത് പറവൂർ. മാത്രമല്ല കത്തോലിക്ക മെത്രാന്മാർ സിനഡ് കൂടിയപ്പോൾ അവിടെ പോയി സംസാരിച്ചില്ലേ? സതീശൻ പറയുന്നു, അത് സതീശൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നില്ല, പക്ഷേ ക്ഷണപ്രകാരം സതീശൻ പോയി എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവിടെ സിനഡിൻ്റെ മീറ്റിംഗ് കൂടുമ്പോൾ വിവരമുള്ള ഒരു കോൺഗ്രസ്സുകാരൻ കത്തോലിക്ക മെത്രാന്മാരുടെ സിനഡ് കൂടുമ്പോൾ മുന്നറിയിപ്പില്ലാതെ അവിടെ ചെന്ന് ചർച്ച നടത്തുമെന്ന് ചിന്തിക്കാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അത് കൃത്യമായി അത് നിരീക്ഷിക്കുന്ന ആ കത്തോലിക്ക സഭയുടെ സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, ഏതെങ്കിലും ഒരു ബിഷപ്പിൻ്റെ അരമനയിൽ, ഏതെങ്കിലും രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പിൻ്റെ അരമനയിൽ കയറി ഇറങ്ങി നിരങ്ങും. ശരിയാണ്, എല്ലാവരും, എല്ലാ നേതാക്കളും, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെ ഒക്കെ നേതാക്കൾ പോകും. ഇല്ല എന്നൊന്നും പറയാനാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തിണ്ണ നിരങ്ങുക എന്നതിന് ഫിസിക്കലി എവിടെ പോകണമെന്ന് അർത്ഥമില്ലല്ലോ. ഇന്നലെ മാധ്യമങ്ങൾ എല്ലാ കണ്ണുകളും കഴിഞ്ഞ ദിവസം ഈ പത്രസമ്മേളനം, ജി സുകുമാരൻ നായരുടെ പത്രസമ്മേളന സമയത്തായിരുന്നല്ലോ. പത്രസമ്മേളനം മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ കണക്കിന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നൊരു ഫോൺ കോൾ. ആ ഫോൺ കോൾ എടുക്കുന്നില്ല. അത് നോക്കി ആ വിളിച്ച ആൾ, ഓ വാസവനാകട്ടോ എന്ന് പറയുന്ന ജി സുകുമാരൻ നായർ. അപ്പോൾ മന്ത്രി, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി വാസവൻ പത്രസമ്മേളനം നടത്തുന്നു എന്ന് അറിയാതെ ആയിരിക്കാം വിളിച്ചത്. പക്ഷേ ഈ അന്തർധാര എവിടെയുണ്ട്? ഒരു ഫോൺ കോളിൽ എന്തിരിക്കുന്നു എന്നൊക്കെ പറയാം, അതനുസരിച്ചൊന്നും നിലപാടുകളെ വ്യാഖ്യാനിക്കാനാവില്ല. പക്ഷേ അന്തർധാര എവിടെയുണ്ട്? കൃത്യമായ അന്തർധാരയുണ്ട്. ശ്രീ പിണറായി വിജയൻ, വാസവൻ എന്ന് വേണ്ട LDF-ന് സമുന്നതരായ നേതാക്കൾ NSS-മായി നല്ല ബന്ധമാണ്. അരമന കയറി ഇറങ്ങില്ല, തിണ്ണ നിരങ്ങുന്നില്ല. ശരിയാണ്, അധികം പോകും, തീർച്ചയായും പോകും. NSS ജനറൽ സെക്രട്ടറിയെ കാണാൻ പോയി, കാലൊടിഞ്ഞ് വയ്യാതെ ഇരുന്ന സമയത്ത് പോയി. അത് സ്വാഭാവികമാണ്, മനുഷ്യത്വപരമാണ്. ശ്രീ പിണറായി വിജയൻ പോയി, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ അല്ലാതെ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു യാത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ എത്രയോ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്, അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ വി ഡി സതീശൻ്റെ നിലപാടുകൾ തന്നെയാണ് വിഷയം. അതുകൊണ്ട് നിലപാടുകളുള്ള ഒരാളെ, കൃത്യമായ നിലപാടുകളുള്ള ഒരാളെ യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാനാവില്ല. ഇനി ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് CPM ഇവരൊന്നുമല്ല, സമുദായ സംഘടനകൾ, ഹിന്ദു സമുദായ സംഘടനകളല്ല. വി ഡി സതീശൻ, എൻ്റെ ഇതൊരു പ്രവചനമാണ് എന്ന് കൂട്ടിക്കോളൂ. വി ഡി സതീശൻ ഏതെങ്കിലും കാരണവശാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെയും കൂടെ താല്പര്യപ്രകാരമായിരിക്കും. പക്ഷേ വി ഡി സതീശനെതിരെ വാളുയർത്താൻ തയ്യാറാവുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്ന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു വയ്ക്കുന്നു. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ എൻ്റെ മനസ്സങ്ങനെ പറയുന്നു. ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ സന്ധിയില്ലാത്ത നിലപാടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? NSS-നോട് SNDP-യോട് മാത്രമല്ല, ആരെങ്കിലും തലയിൽ കുതിര കയറാൻ വന്നാൽ വി ഡി സതീശൻ അത് അംഗീകരിക്കില്ല. ഇതൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിന് കോൺഗ്രസിൽ അത്ര പതിവില്ലാത്ത വ്യത്യസ്തമായൊരു ബ്രാൻഡാണ്. ഈ ബ്രാൻഡിനൊക്കെ അധികം ടേക്കേഴ്സ് ഉണ്ടാകണമെന്നില്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ. VM സുധീരൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. വ്യക്തമായ എൻവയോൺമെൻറ്റൽ വിഷയത്തിൽ ഉൾപ്പെടെ വ്യക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയ മുൻ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ആദർശധീരനായ സുധീരൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. AICC നേതൃത്വത്തിനും വേണ്ട, കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്കും വേണ്ട, VM സുധീരൻ ഏതാണ്ട് ഒറ്റയാനായി മാറിയിരിക്കുന്നു. സമാനമായൊരു ചിന്തയാണോ വി ഡി സതീശനെക്കുറിച്ച്? പക്ഷേ വി ഡി സതീശൻ കുറച്ചുകൂടി പ്രായോഗിക ബുദ്ധി കൂടി ഉള്ള ആളാണ്. അദ്ദേഹം സ്വന്തമായി, മനഃപൂർവ്വമായിട്ടല്ല എങ്കിലും സ്വന്തമായി ഒരിടം കോൺഗ്രസ് പാർട്ടിയുടെ തട്ടകത്തിന് പുറത്ത്
ഡെവലപ്പ് ചെയ്തെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സാമുദായിക ഇനി അതിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ മൊത്തത്തിലുള്ള ഒരു ചിന്ത ഒന്ന് നോക്കൂ. നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അതായത് മൊത്തത്തിൽ നോക്കൂ, ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായ ആക്രമണം ഈ പാർട്ടികളുടെ ഭാഗത്തോ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നും CPM-നുള്ളിൽ നിന്നും ഒക്കെ വരുമ്പോഴും ചില മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടൽ ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർത്തിയെടുത്ത സൈബർ പോരാളികളൊന്നുമല്ല, മറിച്ച് സാധാരണ ജനം നൽകുന്ന ഒരു പിന്തുണയുണ്ട്, സമാനമായ ഒരു പിന്തുണ. ഒരു വശത്ത് ഒരു വ്യക്തി ആക്രമിക്കപ്പെട്ടാൽ സംഘമായി 2 സമുദായ ആചാര്യന്മാർ ചേർന്ന് ആക്രമിച്ചാൽ സ്വാഭാവികമായി ഈ ആക്രമണം തന്നെ VD സതീശൻ്റെ പൊതുജനങ്ങളുടെ ഇടയിലെ ഗ്രാഫ് കുത്തനെ ഉയർത്തും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തലപ്പൊക്കത്തിൽ സാമാന്യ ജനത, കോൺഗ്രസ്സുകാരല്ല, സാധാരണ ജനം, ഈ രാഷ്ട്രീയമൊന്നും സാധാരണ വലിയ തലക്ക് പിടിക്കാത്ത സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഒരു ചുണക്കുട്ടി ഉണ്ടായിരിക്കുന്നു. VD സതീശൻ എന്ന വ്യക്തി എത്തിയിരിക്കുന്നു, ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്നു. ശരാശരി കോൺഗ്രസ്സുകാരനെ ഒന്നും വലിയ കാര്യമായി ബഹുമാനിക്കണമെന്നില്ല ആളുകൾ, പക്ഷേ VD സതീശൻ അവിടെ വ്യത്യസ്തനാണ്. ആ വ്യത്യസ്തത, ആ നിലപാട് നിലനിർത്താൻ കഴിയുന്നിടത്താണ് VD സതീശൻ്റെ മാർക്കറ്റ് വാല്യൂ. അത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ എന്ത് കോൺഗ്രസ്സുകാരാണ്, കോൺഗ്രസ്സുകാരെങ്കിലും VD സതീശന് സമുദായ സംഘടനയുടെ ആചാര്യന്മാർ അത് എന്തൊരാക്രമണമാണ്. ഈ ആക്രമണത്തിന് പ്രതിരോധിക്കാൻ രമേശ് ചെന്നിത്തല ഉണ്ടായില്ല, KC വേണുഗോപാൽ കമാന്തരക്ഷം മിണ്ടിയില്ല, K മുരളീധരൻ മാത്രം എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ശ്രീ K മുരളീധരൻ മാത്രം ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു വെച്ചു, അങ്ങനെ റാഷ് പ്രസ്താവനകളൊന്നും നമ്മൾ അംഗീകരിക്കില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചു. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ VD സതീശൻ്റെ സഹായത്തിനെത്തിയതായി ഞാൻ കണ്ടില്ല. ഇനി യുവകേസരികളാണല്ലോ കോൺഗ്രസിനെ ഭാവിയിൽ താങ്ങി നിർത്തേണ്ടത്. KSU യൂത്ത് കോൺഗ്രസ് ഇവിടെ പോയി? KSUവും യൂത്ത് കോൺഗ്രസും ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്നൊരു സംഘടന ഇവിടെ ഉണ്ട് എന്നൊരു പ്രതീതിയുണ്ട്, അതിപ്പോൾ അതും കാണാനില്ല. യൂത്ത് കോൺഗ്രസിന് അഭിപ്രായമില്ലേ? KSUവിന് അഭിപ്രായമില്ലേ? പ്രതിപക്ഷ നേതാവാണ്, അവരുടെ എല്ലാം നേതാവാണ് ഇല്ലേ, ഭരണത്തിനെതിരെ. അപ്പോൾ CPM-ൻ്റെ ഒരു ആഗ്രഹപ്രകാരം SNDP NSSും VD സതീശനെ ആക്രമിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നവർ, അവരുടെ വർഗ ബഹുജന സംഘടനകൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ എവിടെ പോയി? ഇവിടെയും VD സതീശൻ ഒരു തലപ്പൊക്കത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ആത്യന്തികമായി ഞാൻ ഒന്നുകൂടി പറയാം, സതീശൻ മേ ബി ഫൈറ്റിംഗ് എ ലൂസിംഗ് ബാറ്റിൽ വിത്തിൻ ദ പാർട്ടി. എന്തുകൊണ്ടാണ്? പാർട്ടി എപ്പോഴും ചില നീക്കുപോക്കുകൾ, സാമുദായികമായ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ, തലയിൽ മുണ്ടുമിട്ട് ഒരാൾ പോയി NSSൻ്റെ ആസ്ഥാനത്ത് പോയി രാത്രി 7:30 മണിക്ക്, മറ്റാരുമല്ല ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവാം കേരള സംസ്ഥാനത്ത് ഒരു മന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു, MP ആണിപ്പോൾ. പക്ഷേ സംസ്ഥാനത്ത് അദ്ദേഹം ഒന്നും ആകുന്നില്ലല്ലോ, അതുകൊണ്ട് വലിയ സമുന്നതനായ നേതാവാണ്, വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറാകും. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് വൈകിട്ട് അവിടെ വരെ ചെല്ലുന്നു. എന്തൊരു നാണക്കേടാണ്. NSS ആസ്ഥാനത്ത് വരുന്നതിൽ ചെല്ലുന്നു, അവിടെ ക്യാമറ കണ്ണുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് ഗിയറിൽ പോകുന്നു. ഇതൊക്കെ എന്തൊരു ഒപ്റ്റിക്സാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ചെല്ലുന്നു NSS നേതാക്കളുമായി സംസാരിക്കാൻ. ഇതൊക്കെയാണല്ലോ കോൺഗ്രസിൻ്റെ DNA എന്ന് പറയുന്നത്. സംസാരിക്കണം, തീർച്ചയായും NSSൻ്റെ നേതൃത്വവുമായി സംസാരിക്കണം. ഈ കണിച്ചുകുളങ്ങരയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെ കാണാൻ സംസാരിക്കണം. എല്ലാവരും സംസാരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരെയും, എല്ലാ സമുദായ സംഘടനകളെയും ചേർത്ത് പിടിക്കണം. പക്ഷേ ആരുടെയും ചട്ടകമാകരുത്. ആരും ഒരു പൊളിറ്റിക്കൽ അജണ്ട നിശ്ചയിച്ച് രാഷ്ട്രീയ കക്ഷികളെ, സമുദായ സംഘടനകൾ വരച്ച വരയിൽ നിർത്തുന്ന ആ ഒരു പ്രവണത അംഗീകരിക്കാവുന്നതല്ല. ആധുനിക കേരളത്തിൻ്റെ ഒരു വികസനത്തിന് നല്ലതല്ല. അതുകൊണ്ട് VD സതീശൻ മാർക്കറ്റ് വാല്യൂ ഉയർത്തിയിരിക്കുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് പൊതുജനങ്ങളുടെ ഇടയിൽ ഉയർന്നിരിക്കുന്നു എന്നത് എൻ്റെ ഒരു ചിന്തയായി ഇരുന്നു കൊള്ളട്ടെ. വിമർശിച്ചുകൊള്ളൂ, എന്നെ വിമർശിച്ചുകൊള്ളൂ. ഇത് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം പറഞ്ഞതാണ്. ട്രാക്ക് റെക്കോർഡ് കൂടി ഒന്ന് നോക്കണമല്ലോ. ഇത്രയും കഠിനമായ വാക്കുകൾ പറഞ്ഞ ആൾ തിരഞ്ഞെടുപ്പുകളിൽ അതിനുള്ള ബാക്ക്ലാഷ് കിട്ടണമല്ലോ. VD സതീശൻ അന്തസ്സായിട്ട് പറഞ്ഞു, ഇത് എൻ്റെ തെരഞ്ഞെടുപ്പ് കൂടിയാണ്, കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്, UDF ആണ് മത്സരിക്കുന്നത്, പരാജയപ്പെട്ടാൽ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എത്ര ധൈര്യമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചു പ്രതിപക്ഷ നേതാവ്. എന്താണ്? താങ്കൾക്കത് പറയാമോ? പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം താങ്കളാണ് പരാജയപ്പെടുന്നതെങ്കിൽ, CPM കാൻഡിഡേറ്റ്സ് ആണ്, LDF ആണ് പരാജയപ്പെടുന്നതെങ്കിൽ ഉത്തരവാദിത്തം എടുക്കാമോ? ഈ ഒരു ഗർജനം 4-5 പ്രാവശ്യം കേട്ടു. ഇവിടെയൊക്കെ കേട്ടു, പുതുപ്പള്ളിയിൽ കേട്ടു. അത് പിന്നെ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്, ഉമ്മൻചാണ്ടിയുടെ മകൻ അവിടെ ജയിച്ചു വരുമെന്ന് ആർക്ക് പറയാം. അത് VD സതീശൻ ഇഫക്റ്റ് ഒന്നും പറയാനാവില്ല.
ഇനി പി ടി തോമസ് മത്സരിച്ചു, ഉമാ തോമസ് മത്സരിക്കുന്നു. അവിടെ ആ ഒരു നിയോജക മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ അവിടെയും കോൺഗ്രസിൻ്റെ വിജയം സതീശൻ്റെ വിജയമാണെന്ന് പറയാനാവില്ല. പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെയാണല്ലോ പെണ്ണ് കേസ് വരുന്നത്. അതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക്, അതിൻ്റെ പിന്നിൽ വി ഡി സതീശൻ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തിയത് വലിയൊരു റിസ്ക്കാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അവിടെയും പറഞ്ഞു ഇവിടെ തോറ്റുപോയാൽ അത് നല്ല ഫൈറ്റാണ്. കോൺഗ്രസ്സുകാരനായ സരിൻ അപ്പുറത്ത് മറിച്ച് കണ്ടം ചാടി മത്സരിക്കുന്നു, എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ. അവിടെ വി ഡി സതീശൻ്റെ ഗ്രാഫ് ഉയർന്നു. ചേലക്കരയിൽ മാത്രമാണ് പരാജയപ്പെട്ടത്. അതുപോലെ നിലമ്പൂർ ആര്യാടൻ്റെ പഴയ തട്ടകം, അവിടെ തീർച്ചയായും ആര്യാടൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. വലിയ പടലപിണക്കങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു. അവിടെയും സതീശൻ പറഞ്ഞു അത് എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റാണെന്ന് ഓർക്കണം. അൻവർ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് മത്സരം ജയിച്ചതെന്ന് ഓർക്കണം. അവിടെ അൻവർ ഉൾപ്പെടെ മാറി നിന്ന തിരഞ്ഞെടുപ്പിൽ അൻവർ ഇഫക്റ്റിനെയും CPM ഇഫക്റ്റിനെയും എല്ലാം മറികടന്നുകൊണ്ട് വിജയിച്ചപ്പോൾ തീർച്ചയായും വി ഡി സതീശനാണ് പറഞ്ഞത് ഇതെൻ്റെ തിരഞ്ഞെടുപ്പാണ്, ഞാൻ പരാജയപ്പെട്ടു എന്ന് തന്നെ കൂട്ടിക്കോളൂ, ഞാൻ ഉത്തരവാദിത്തം എടുക്കും. ഇത് പറയാൻ ഒരു ഭരണപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷ ഒരു കോൺഗ്രസ് നേതാവും തയ്യാറായില്ല എന്നുകൂടി ഓർക്കണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം 18 സീറ്റുകൾ UDF ജയിച്ചു വന്നു. സതീശൻ്റെ മാത്രം വിജയമല്ല, കെട്ടുറപ്പിൻ്റെ വിജയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എപ്പോഴും ഇടതുപക്ഷത്തിന് നിർണായക മേൽക്കൈ. സാധാരണഗതിയിൽ അവർക്കാണല്ലോ സംഘടനാ സംവിധാനം കൂടുതലുള്ളത്, ഗ്രാസ് റൂട്ട് ലെവൽ കണക്ടിവിറ്റി ഉള്ളത് LDF കൂടുതലുള്ളത്. അവിടെയും LDF മലത്തിയടിച്ചുകൊണ്ട് ഏതാണ്ട് 80 നിയമസഭാ സെഗ്മെൻറ്റിൽ ഉൾപ്പെടെ മേൽക്കൈ നേടാൻ UDF കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സതീശൻ ഇഫക്റ്റിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒരുപാട് പ്രതിസന്ധി നേരിടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം അവസാനം ഒരു തീരുമാനമെടുക്കുമ്പോൾ വർഗീയ സംഘടനകൾക്കും ജാതീയ സംഘടനകൾക്കും എല്ലാം തന്നെ സ്വീകാര്യനാകുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ മാത്രമേ ആത്യന്തികമായി തിരഞ്ഞെടുക്കുകയുള്ളായിരിക്കാം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുകയുള്ളൂ. അതൊക്കെ യാഥാർത്ഥ്യത്തോടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ പൊതുജനങ്ങളുടെ ഇടയിൽ വി ഡി സതീശൻ ഒരു വീരനായകൻ. പക്ഷേ ഇനിയുള്ള 100 ദിവസത്തിനുള്ളിൽ വി ഡി സതീശൻ്റെ പ്രസ്താവനകൾ, വി ഡി സതീശൻ എങ്ങനെയാണ് ഈ സമ്മർദ്ദത്തെ നേരിടുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സമസ്ത അപരാധങ്ങളും പൊറുക്കണം, ലേലു അല്ലു എന്ന് പറഞ്ഞുകൊണ്ട് NSSൻ്റെയും SNDPയുടെയും തിണ്ണ നിരങ്ങാൻ ഒരിക്കൽ പോയാൽ വി ഡി സതീശനെക്കുറിച്ച് ഈ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ആസ്ഥാനത്തായി എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സതീശൻ ഇഫക്റ്റിനെ കുറിച്ച് ഒരു വിശകലനം നിങ്ങൾ മനസ്സിൽ. സതീശൻ ഇഫക്റ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായിട്ടല്ല കാണുന്നത്, അദ്ദേഹം ഒരു ഫൈറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടാകാം. തീർച്ചയായും വിമർശിക്കപ്പെടാവുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രകോപനപരമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ ഇതിനകത്തുണ്ടാവാം. പക്ഷേ അതെൻ്റെ കൺവിക്ഷൻ പങ്കുവച്ചു എന്ന് മാത്രം. താങ്ക് യു.